എന്തായാലും ഇന്ന് ഞങ്ങൾക്ക് 2-3 പരിപാടികളുണ്ട് കേട്ടോ ചെയ്യാൻ. ഒന്ന്, പുഴയിൽ ഇത്തിരി സാധനങ്ങൾ ഒഴുക്കി കളയണം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കിണ്ണർമാർ ഇവരിത് എങ്ങനെയാണോ കണ്ടുപിടിക്കണേന്ന് അറിയില്ല, ഇവരിത് കണ്ടുപിടിച്ച് വരും. എന്നിട്ട് നമ്മളെ അടുത്ത് നിന്ന് അത്യാവശ്യം നല്ല പൈസയൊക്കെ ഇവർ വാങ്ങിക്കും കേട്ടോ. എന്നിട്ട് ഇവർ നമുക്ക് ആശീർവാദമൊക്കെ തരും, കുട്ടി ഉണ്ടാവാനുള്ള ആശീർവാദവും എല്ലാം തരും. എനിക്ക് ആപ്പിളൊക്കെ തന്നായിരുന്നു. ഇത് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുട്ടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആപ്പിൾ വരെ തന്നായിരുന്നു. എന്നിട്ടൊരു കിഴിയിൽ അരിയും 1 രൂപ കോയിനും എന്തൊക്കെയൊക്കെയോ വെച്ച് കെട്ടിയിട്ട് തന്നായിരുന്നു. എന്നിട്ട് ഇവർ പറഞ്ഞു ആൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ ഇനി വീണ്ടും വരും. ഇവിടെ പെണ്ണ് ജനിച്ചാൽ ഇവർ വരില്ല കേട്ടോ, ആൺകുട്ടികൾ ജനിച്ചാൽ മാത്രം വീണ്ടും വരുള്ളൂ. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കുറേ പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ടുപോകും. അപ്പോൾ അത് എനിക്ക് തിരിച്ചു തരണം, ആൺകുട്ടി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ആശീർവാദം തന്നിട്ടാണ് പോയത്. എനിക്കുണ്ടായത് പെൺകുട്ടി, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അത് കാരണം അവർ വന്നില്ല. അപ്പോൾ കുറേ 3 വർഷമായിട്ട് ഇത് വീട്ടിലിരിക്കുക. അപ്പോൾ ഇനിയെങ്കിലും ഇതിനെ കൊണ്ടേ നമ്മൾ എവിടെയെങ്കിലും ഒഴുക്കി കളയാമെന്ന് വിചാരിച്ചു നമ്മൾ ഒരു പുഴ അന്വേഷിച്ച് പോവുകയാണ്. ഇവിടെ നിന്ന് ഇത്തിരി ദൂരം ഉണ്ട് കേട്ടോ പുഴയിലേക്ക്. അപ്പം നമ്മൾ പുഴയിൽ കുട്ടി, ഇതാണ് എൻ്റെ ഡിയറസ്റ്റ് ഹസ്ബൻഡ്. ഇതാണ് പുഴ. പുഴയുടെ അവസ്ഥ വെള്ളമൊന്നുമില്ല, തണുപ്പായിരുന്നല്ലോ, മഴയൊന്നുമില്ല. ഈ പുഴ ഇരുന്ന സ്ഥലത്തൊക്കെ ഇത് എന്തൊക്കെയോ ചെടികളാണ്. ഇതെന്താ ഗഗ്ഗറോ? ഈ പുഴയുടെ പേര് ഗഗ്ഗർ എന്നാട്ടോ. ഇത് മഴക്കാലത്ത് ഫുള്ള് ഉണ്ടാവും ഇവിടെ വെള്ളം, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ ചെടികളൊക്കെ വളർന്നു പുഴയൊന്നും ഇല്ല. ഈ റോഡ് സൈഡിലൊക്കെ നിറച്ചും ഡാബകളാണ്. കാരണം ട്രക്ക് ഡ്രൈവേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ മെയിനായിട്ട് ഡാബ, പിന്നെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഡാബ ഇവിടെ സെറ്റാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ കൊണ്ടേ കളഞ്ഞിട്ട് വരാം കേട്ടോ. ഓക്കെ, ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്ത് നല്ല വൃത്തികേടായിട്ടിരിക്കുക. ഈ 2 സാധനത്തിനെ നമ്മൾ ഒന്ന് കളയാൻ പോകണം. ഇവിടുത്തെ പുഴയുടെ അവസ്ഥ വളരെ മോശം അവസ്ഥയിലേക്ക് പോവുകയാണ്. പുഴയൊന്നുമില്ല, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇച്ചിരി ചാല് മാത്രം. ഇങ്ങനത്തെ ഞാൻ ആ കൂടെ കണ്ടേക്കുന്നത് നമ്മുടെ അവിടുത്തെ ഭാരതപ്പുഴയില്ലേ, ഇതിപ്പോൾ ഭാരതപ്പുഴയെക്കാളും കഷ്ടമാണ്. നമ്മൾ ഇറങ്ങിയത് പോവാട്ടോ. ദൈവമേ, ഞാൻ ചാടി വല്ലോ, നോക്കട്ടെ ചാടാം. പിള്ളക്കുട്ടി വരാണ്ടെന്നും എനിക്ക് ചാടാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. വേണ്ട, നോക്കട്ടെ. ഈ സാധനം കയ്യിലുള്ളതുകൊണ്ടാ. ഓ, ഞാൻ സക്സസ്ഫുള്ളി ചാടി ഇറങ്ങിട്ടോ. അതുകൊണ്ട് ഇവിടെ കുറേ ഗാർഡനിങ് ഐറ്റംസ് ഉണ്ട്. ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും വരണമെന്ന് ഇങ്ങനെ വിചാരിക്കണം, പക്ഷേ വരാൻ പറ്റിയിട്ടില്ല. ഇവിടെയൊക്കെ നല്ല ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും പുതിയ ബിൽഡിങ്സാണ് കേട്ടോ വരണേ. ഇവിടെ ഇനി എന്താണോ എല്ലായിടത്തും ബിൽഡിങ്ങാണ്. ഇനി അത്രയ്ക്കുള്ള കടകളൊക്കെ ഇടാനുള്ള ഒരു ആൾക്കാരുണ്ടോ, ബിസിനസ് നടക്കുമോ ഒന്നും അറിയില്ല. പക്ഷെ ബിൽഡിങ്ങിന് ഒരു കുറവുമില്ല.
ഇതെന്ത് ബിൽഡിംഗാണ് നമ്മൾ ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. കണ്ടിട്ട് വെബ്സൈറ്റൊക്കെ പോലെ ഇല്ലേ, പക്ഷെ ഇത് എന്താണെന്നൊന്നും അറിയില്ല. ഇത് അടുത്ത ബിൽഡിങ്. ഇതൊക്കെ നെൽപ്പാടങ്ങളാട്ടോ. റോഡ് സൈഡിൽ തന്നെ ഇങ്ങനെ നെൽപ്പാടങ്ങൾ നിറച്ചുണ്ട്. ഇങ്ങനെ ഞങ്ങളൊരു നഴ്സറിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി പൂക്കളൊക്കെ വേണമായിരുന്നു. എനിക്ക് മെയിനായിട്ട് ജെർബേറയാണ് വേണ്ടത്. അതുണ്ടോ എന്ന് നോക്കണം. നമ്മളൊരു ജെർബേറ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നഴ്സറിയിൽ കയറിയത്. പക്ഷെ അവിടെ അത് വന്നിട്ടില്ല. ഇപ്പം ചൂടൊക്കെ ആയി തുടങ്ങുമ്പോഴാണ് ഈ ജെർബേറ വരുള്ളൂ. തണുപ്പതൊന്നും വരില്ല കേട്ടോ അവിടെ നല്ല പ്ലാന്റ്സ് ഒന്നും. പക്ഷെ ഇവിടെ ഇപ്പോഴും വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ വേറെ വല്ല സ്ഥലത്ത് കൂടി ഒന്ന് കയറി നോക്കും വന്നിട്ടുണ്ടോ ഇല്ലയോ. കാരണം ഒരു പൂവുള്ളൊരു ചെടി ഒരു അത്യാവശ്യമാണ് വീട്ടിലേക്ക്. ഇപ്പം എല്ലാ പ്ലാന്റ്സ് മാത്രമാണ്, പൂക്കളൊന്നും അങ്ങനെ ഇല്ല. ഒരു ചെറുപ്പം. വെൽക്കം ടു ചണ്ഡീഗഡ്, ദി സിറ്റി ബ്യൂട്ടിഫുൾ. പിന്നെ സ്പാം വന്നു. ഇവിടെ ഒരു ഭർത്താവ് ഭയങ്കര ദേഷ്യത്തിലിരിക്കും കേട്ടോ. ഇന്ന് പുള്ളിക്കാരൻ അറിഞ്ഞ ഇന്നലെ എനിക്കൊരു കോള് വന്നെന്ന്. ഒരു മലയാളിയാണ്, ഭയങ്കര മോശം കോള്, ഭയങ്കര വൾഗർ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടൊരു കോള് വന്നു എനിക്ക്. അൺനോൺ നമ്പർ ആയിരുന്നു. അപ്പം സ്പാം ഒന്നും വന്നില്ല. അപ്പം ഞാൻ എടുത്തു കോൾ. ഒരു 11 മണിയായപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ. എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ഭയങ്കര വൃത്തികേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ തെറിയൊക്കെ വിളിച്ചിട്ടത് അവന് ഒരു റിയാക്ഷനും ഇല്ലായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ കട്ട് ചെയ്യാൻ പോയതാണ്. പക്ഷെ എന്നാലും എനിക്ക് 2-3 ചീത്ത അവനെ വിളിക്കണമായിരുന്നു. എന്നാലും എനിക്കൊരു മനസ്സിനൊരു സമാധാനം കിട്ടുള്ളൂ. ഇതൊന്നും ഒരു രക്ഷയില്ല. അവസാനം അമ്മ ഫോൺ എടുത്ത് 2 ചീത്ത പറഞ്ഞപ്പോൾ അവൻ, ഞാൻ കട്ട് ചെയ്തു ഫോൺ കേട്ടോ ഫസ്റ്റ് ടൈം. എന്നിട്ട് അവൻ വീണ്ടും വിളിച്ചു. അപ്പോഴും അമ്മ എടുത്തത് ഫോൺ. അമ്മ എടുത്ത് ഹിന്ദിയിൽ 2 ചീത്ത പറഞ്ഞപ്പോഴത്തേക്കും അവൻ പിന്നെ വെച്ചിട്ട് പോയി. ലാംഗ്വേജ് മാറിയപ്പോഴത്തേക്കും അവനൊന്ന് പേടിയായി തോന്നുന്നു. ചണ്ഡീഗഡിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ റോഡാണ്. അടിപൊളി റോഡാണ്. ഇങ്ങനെ കുഴിയും കാര്യങ്ങളൊന്നും ഇല്ല. എപ്പോഴും ഇങ്ങനെ ക്ലിയറാണ്, സ്മൂത്തായിട്ട് വണ്ടി പോകും. അതേപോലെ തന്നെ പോലീസും ഉണ്ട്. എന്തെങ്കിലും ട്രാഫിക് വയലേഷൻ വന്നാൽ അപ്പം പൊക്കൂട്ടോ. ഇതാട്ടോ ഞങ്ങൾ വാങ്ങിക്കാൻ പോലെ ചെറുപറ. നിറച്ചും ഫ്ലവേഴ്സ് ഉണ്ട്. ബൊഗെയിൻവില്ലയുടെ ഹൈബ്രിഡ് വെറൈറ്റി ചെറുപറ, സ്നേക്ക് പ്ലാന്റ്. നല്ല ഹെൽത്തി പൂക്കളാട്ടോ ഇവിടെ ഇരിക്കുന്നത്. അഡീനിയം, മുല്ല. ഇത് മരമുല്ലയാണെന്ന് തോന്നുന്നു കേട്ടോ. മരമുല്ല, റോസ്, ജേഡ്. നിയോൺ മണി പ്ലാന്റിനൊക്കെ 150 റുപ്പീസാണ് പറയണത് കേട്ടോ. ഇത് എൻജോയ് പോത്തോസ്, ലക്കി ബാമ്പു, സക്യുലൻസിനൊക്കെ നല്ല നല്ല വെറൈറ്റി ഉണ്ട്. പക്ഷെ ഇവിടെ ഭയങ്കര വില കൂടുതലാണ്. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആട്ടോ. നല്ല വലിയ പൂക്കളും കാര്യങ്ങളും. ഇത് പെനിവർത്ത്. ഇതൊക്കെ സീസണൽ ഫ്ലവേഴ്സ് ആട്ടോ. തണുപ്പത്ത് വരുന്ന ചെടി. പെറ്റൂണിയയും ചണ്ഡീഗഡിൽ നിന്ന് തിരിച്ച് പഞ്ചാബിലേക്ക് കയറിയപ്പോൾ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമായി. ഇപ്പൊ നമ്മള് പിള്ളക്കുട്ടിയുടെ ഫേവറേറ്റ് പ്ലേസിലേക്കാണ് പോണത് അല്ലേ പിള്ളക്കുട്ടി? സാഹിൽസിൽ പോയിട്ട് പിള്ളക്കുട്ടിയുടെ മോമോസും
ചിക്കൻ മോമോസും പിന്നെ എനിക്കും അമ്മയ്ക്കും ചില്ലി ഗാർലിക് നൂഡിൽസും വാങ്ങിക്കാൻ പോവാണ്. പിന്നെ ചിക്കനും അല്ലേ, പിള്ളക്കുട്ടിയുടെ വക ചിക്കൻ കറി ആട്ടോ വീട്ടില്. സമയമായിട്ടില്ല. സാഹിൽസ് തുറക്കാത്തതിന്റെ വിഷമത്തിലാണ് കേട്ടോ പിള്ളക്കുട്ടി. നിങ്ങൾക്ക് എൻ്റെ ജെർബേറ ഇഷ്ടപ്പെട്ടോ? ഏത് കളറാണ് കൂടുതൽ ഇഷ്ടമായെന്ന് പറയണേ കമൻസിൽ. സാഹിൽ വരുന്ന സന്തോഷത്തിൽ എന്നെ ഇട്ടിട്ട് പിള്ളക്കുട്ടി ഓടിപ്പോയിട്ടോ അങ്ങോട്ട്. ഇനി ഓർഡർ കൊടുത്ത് കുശലൊക്കെ ചോദിച്ചിട്ട് പിള്ളക്കുട്ടിയെ കിട്ടുള്ളൂ. ഇനി ഞങ്ങളൊരു നഴ്സറി കൂടി വരെ പോവുകയാണ്. എനിക്ക് ഇത്തിരി നീം കേക്ക് വാങ്ങിക്കണം. ഇത് പിന്നെ നമ്മുടെ രണ്ടാമത്തെ നഴ്സറി വിസിറ്റാണ് കേട്ടോ. ഇവിടെ ഇപ്പോഴും സീസണൽ ഫ്ലവേഴ്സാണ് കേട്ടോ. ചൂടത്ത് വിരിയുന്നതൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല. ഒരു ചെറുപേറയുണ്ട് ഇവിടെ. ഇതിൻ്റെ പൂവും ചെറുതാണ്. ഞങ്ങൾ തിരിച്ചെത്തി. പാഴ്സൽ വാങ്ങിക്കാൻ പോവാണ്. ഇത് ലൂസ് പാൻ്റ് ആയതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.